നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പപ്പിമോൾ ഇങ്ങോട്ട് വന്നില്ലല്ലോ. ഇല്ല, അവിടെയെങ്കിലും പപ്പിമോളെ കാണുന്നില്ല. അയ്യോ, എന്റെ പപ്പിമോൾ അവിടെ പോയി. കുഞ്ഞെ, ഞാൻ നോക്കാം. ആരെങ്കിലും കണ്ട പ്രശ്നമാ. പപ്പിമോളെ, പപ്പിമോളെ, ഈ കുട്ടി ഇങ്ങോട്ടെങ്കിലും വരാൻ വഴിയില്ലല്ലോ. പപ്പിമോളെ, പപ്പിമോളെ, പപ്പി, പപ്പിമോളെ, ആഹാ, മൂടി പൊതച്ച് കിടക്കുവാണോ? ഇതെന്താ, ഇന്ന് നേരത്തെ കിടന്നുറങ്ങിയോ? ദേ, ഇനി സത്യാമ്മയ്ക്ക് അത് മതി. പിള്ളേരെ നേരത്തെ കിടത്തി ഉറക്കിയെന്നും പറഞ്ഞ് കാലി തുള്ളി വരാൻ. പപ്പി, എഴുന്നേറ്റേ, എന്തേലും കഴിച്ചിട്ട് കിടന്നുറങ്ങിക്കോ. പപ്പി, എഴുന്നേക്ക് മോളെ. ആ, അത് ശരി, കളിപ്പിക്കായിരുന്നല്ലേ. പപ്പി, കളിക്കാതെ എവിടെയാണേലും പുറത്തേക്ക് വാ. ദേ, ചോറെടുത്ത് വെച്ചേക്കുന്നെന്ന്. പപ്പി, പപ്പി, ഇതെവിടെ പോയി? കാണുന്നില്ലല്ലോ. ഷെടാ, ഇതിനകത്തൊന്നും ഇല്ലല്ലോ. പിന്നെ ഈ കൊച്ചു എവിടെ പോയി? പപ്പി, പപ്പിമോളെ, 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 പപ്പിമോളെ. കുഞ്ഞെ, പപ്പിമോൾ ഇങ്ങോട്ടെങ്ങനെ വന്നായിരുന്നോ? ഇല്ല. അവള് കിടക്കുന്ന മുറി നോക്കിയില്ലേ? ഇല്ല, അവിടെ കാണുന്നില്ല. എങ്കിൽ പുറത്തെവിടെങ്കിലും കാണും. ചില സമയത്ത് അവൾ ആ പാവയും കൊണ്ട് ആ ബാൽക്കണിയിലെല്ലാം പോയി ചെന്ന് നിൽക്കാറുള്ളതാ. അതെനിക്കറിയാവുന്നല്ലേ കുഞ്ഞെ. ആ, എങ്കിൽ ഞാൻ ഒന്നുകൂടെ പോയി നോക്കട്ടെ. പപ്പിമോളെ, പപ്പി, പപ്പിമോളെ, പപ്പിമോൾ ഇങ്ങോട്ട് വന്നില്ലല്ലോ. ഇല്ല, അവിടെയെങ്കിലും പപ്പിമോളെ കാണുന്നില്ല. അയ്യോ, എന്റെ പപ്പിമോൾ അവിടെ പോയി. കുഞ്ഞെ, ഞാൻ നോക്കാം. ആരെങ്കിലും കണ്ട പ്രശ്നമാ. ഈശ്വര, എന്റെ മോള്. കുഞ്ഞ് വിഷമിക്കാതെ, അവിടെ എവിടെയെങ്കിലും കാണും. ഞാൻ നോക്കട്ടെ. പൊന്നിയേച്ചി, ചേച്ചി, എനിക്ക് പേടിയാ കാർത്തികയെ തന്നെ. ചേച്ചി, അവൾക്ക് ഈയിടെയായിട്ട് പപ്പിമോളോട് ഭയങ്കര ദേഷ്യ. കണ്ണി കണ്ട ഉപദ്രവിക്കാൻ നോക്കുകയൊക്കെ ചെയ്യും. ഇനി അവളെങ്ങാനും എന്റെ കൊച്ചിനെ. അങ്ങനെയൊന്നും ചിന്തിക്കാതെ കുഞ്ഞെ. ചിന്തിക്കണം. എന്നോടുള്ള ദേഷ്യത്തിന് ചിലപ്പോ അവള് കുഞ്ഞ് ടെൻഷൻ ആവാതെ, ഞാൻ മറ്റുള്ളവരെ കൂടെ വിവരം അറിയിക്കട്ടെ. ഇനി നമ്മളെല്ലാം പറ്റിക്കാൻ വേണ്ടി എവിടെയെങ്കിലും കയറി ഒളിച്ചിരിക്കുവാണോ? എല്ലാരും കൂടി നോക്കുമ്പോ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അതുവരെ പുറത്തേക്കൊന്നും ഇറങ്ങി വരണ്ട കുഞ്ഞെ. സത്യാമ്മയെങ്ങാനും കുഞ്ഞിന് അസുഖമില്ലെന്നറിഞ്ഞാ എല്ലാം തീരും. എന്റെ ഈശ്വരന്മാരെ, എന്റെ പപ്പിമോൾക്കൊന്നും വരത്തില്ല. ഇപ്പൊ നിനക്ക് സമാധാനായോ? അല്ല, ഇന്നെന്താ എന്ന് നേരത്തെ വന്ന് സ്ഥാനം പിടിക്കുന്ന ആളെ കണ്ടില്ലല്ലോ. സത്യേ, സത്യമോളെ. പപ്പി, നീ അവിടെ പോയിരിക്കേ, ഞാൻ നോക്കിയിട്ട് വരാം. ഇന്ന ഇത് പിടിച്ചോ.
സത്യമോളെ, ദാ വരുന്നു. സത്യേ. അവള് ഹോംവർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് മുറി കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. ആ എന്തായാലും പഠിത്ത കാര്യത്തിനല്ലേ അവിടെ ഇരിക്കട്ടെന്നേ. അറിവ് കിട്ടുന്ന കാര്യത്തിന് നമ്മൾ എത്ര സമയം ചെലവഴിച്ചാലും അത് അധികം ആവില്ല. ഓ എവിടെ? ആ പാവയും കെട്ടിപ്പിടിച്ചോണ്ടുള്ള കളിയല്ലേ. ഹോംവർക്ക് എന്നൊക്കെ അവള് ചുമ്മാ പറയുന്നത് നമ്മളെ പറ്റിക്ക്. അതു പിന്നെ ഈ പ്രായത്തിലുള്ള കുട്ടികൾ കളിച്ചാ വളരേണ്ടത് ശാരദേ, അല്ലാതെ പഠിച്ചല്ല. പിന്നെ കളിക്കൊപ്പം പഠനവും വേണമെന്ന് മാത്രം. അതെ ഗോപാലേട്ടാ, എന്തെങ്കിലും ഒന്ന് പറ. അല്ലാതെ ഈ 2 വെള്ളത്തിലും കാല് ചവിട്ടിക്കൊണ്ടുള്ള സ്ഥിരം പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് നിർത്തുന്നതാ നല്ലത്. അപ്പൊ അത് ശരി, കൊച്ചിന്റെ കാര്യം പറഞ്ഞ് രണ്ടുപേരും കൂടി തർക്കമായോ? കൊള്ളാം. അങ്ങനെ അല്ലടി. ശാരദാമ്മേ, ആ എന്നെ വിളിച്ചോ? ആ ദേ, നിന്റെ കാര്യവും പറഞ്ഞേ ഇവിടെ രണ്ടുപേരും കൂടി അടി വരെയായി. മോളവിടെ എന്തെടുക്കായിരുന്നു? അല്ല അത് പിന്നെ അല്ല, മോളുടെ കൂടെ ആരായിരുന്നു ഇത്ര നേരം ഉണ്ടായിരുന്നത്? എന്റെ കൂടെയോ? ആ ടെഡ്ഡി ബിയസ് പാവയായിരുന്നോ അതോ പഠിക്കുന്ന ബുക്കായിരുന്നോ? അതിനാ ഇപ്പൊ ഞങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടായത്. ഓ, ഞാനോർത്ത് കുഴഞ്ഞെന്ന്. എന്താടി ആലോചിക്കുന്നേ? കുരുത്തക്കേട് വല്ലതും ആണോ? അല്ലമ്മേ, ഞാൻ പഠിക്കുകയായിരുന്നു. ഓ, അമ്മയെ പോലെ വലിയ ജോലി കിട്ടണമെങ്കിൽ നന്നായി പഠിക്കണ്ടേ? ആ അങ്ങനെ പറഞ്ഞു കൊടുക്കുമോളെ. ഈ മുത്തശ്ശനെ അങ്ങനെ കുട്ടികളുടെ പഠിപ്പിനെ കുറിച്ചൊന്നും വലിയ അറിവുള്ള ആളൊന്നും അല്ലായിരുന്നല്ലോ. ഒന്നും അറിഞ്ഞും കൂടാ. ആ നിക്ക്, ഞാൻ എടുത്തു തരാം. ശാരദാമ്മേ, ഞാൻ വലുതായി, എനിക്കും ഇതൊക്കെ എടുക്കാൻ അറിയാം. എടി, അത് ഞാൻ കൂടി തോന്നണ്ടേ? നീ എന്താ നിക്കുന്നു, ഇരിക്കുന്നില്ലേ? എനിക്ക് ഒരുപാട് എഴുതാനുണ്ടമ്മേ, അതുകൊണ്ട് മുറി കൊണ്ടുവച്ച് കഴിച്ചോളാം. ആ അതൊന്നും വേണ്ട. എന്നിട്ട് അവിടെ കൂടി വൃത്തിയേടാക്കാൻ ഇരട്ടി പണിയാക്കല്ലേ മോളെ. നീ അവിടെ ഇരുന്ന്. അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല അമ്മേ. ഒരു തരി പോലും താഴെ വീടാതെ ഞാൻ കഴിച്ചോളാം. ഒന്ന് പറ ശാരദാമ്മേ, പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ? എടി, കൊച്ചു എവിടെ ഇരുന്നാലെന്താ, ഭക്ഷണം കഴിച്ചാ പോരെ? വേണ്ട, അവൾ ഇവിടെ ഇരുന്നാ മതി. എന്റെ ശാലിനി, അവൾ എവിടെങ്കിലും പോയിരുന്ന് കഴിക്കട്ടെ. ഇനി അവിടെ എവിടെങ്കിലും വീണാ ഞാൻ ശരിയാക്കിക്കോളാം. പിന്നല്ലാതെ മോള് പോയിരുന്ന് കഴിച്ചോ മോളെ? കൊള്ളാം, നിങ്ങൾ രണ്ടുപേരും തന്നെ ഇവിടെ ഇങ്ങനെ വഷളാക്കുന്നേ. ശരി ആയിക്കോട്ടെ, മോള് കൊണ്ടുപോയി കഴിച്ചോട്ടോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.